വീണ്ടും പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട കോയിപ്രത്ത യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്ലാപ്ലർ അടിച്ച് കെട്ടിത്തൂക്കി അതിക്രൂരമായ മർദ്ദനം. നിലവിൽ 2 യുവാക്കൾ, ഒരാൾ ആലപ്പുഴ സ്വദേശിയാണ്, മറ്റൊരാൾ റാന്നി സ്വദേശികളാണ്. ഈ 2 യുവാക്കൾക്ക് ആണ് അതിക്രൂരമായ മർദ്ദനം നേരിട്ടത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ചരൽക്കുന്നിലെ ഈ ദമ്പതികളായ പ്രതികളുടെ വീടാണ്. ചരൽക്കുന്നിൽ ജയേഷും രശ്മിയും ഇതുവരെ താമസിച്ചിരുന്ന വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലുള്ള പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് അതിക്രൂരമായി ഈ 2 യുവാക്കളെയും തല്ലിച്ചതച്ചത്. തലയൊഴിച്ച് ബാക്കിയുള്ള എല്ലാ അസ്ഥികളും മർദ്ദിച്ച് അവശരാക്കി എന്നുള്ളതാണ് ഈ യുവാക്കൾ നമ്മളോട് പറയുന്നത്. സി കെ അഭിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഈ 2 പേരല്ലാതെ മറ്റാരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഈ വീടിന്റെ അവസ്ഥ എന്താണ്? അയൽക്കാർക്ക് എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? ഈ വീട് കണ്ടാൽ വളരെ ചെറിയ വീടാണ്. 1-2 മുറികളും ഒരു ചെറിയ അടുക്കളയും മാത്രമാണുള്ളത്. ഇങ്ങനെ ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കത്തക്ക തരത്തിലുള്ള ഒരു സ്ഥിതിയാണ് ഉള്ളത്. തൊട്ടടുത്ത് നിരവധി വീടുകളുണ്ട്. അമ്മ ഈ കഴിഞ്ഞ മാസം 1-ാം തീയതി പിന്നീട് തിരുവോണ ദിവസം വൈകുന്നേരം 2 പേരെ ഇവിടെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളത്. പുറത്തോട്ടെ നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങൾ ഇച്ചിരി കുറച്ച് മാറിയ ഈ വാർത്ത കാണുമ്പോഴാണ് ഞങ്ങൾ ഓടിയോ ഇതെന്തോ പറ്റി എങ്ങനെയാണെന്നുകൊണ്ട് ഞങ്ങളും എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവരെ ഒരു മനുഷ്യരുമായിട്ട് സഹകരണമില്ല, ആരോടും മിണ്ടത്തുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കടയിൽ പോകും, വരും. ഞങ്ങളോട് പോലും മിണ്ടത്തില്ല. ഞങ്ങൾ അടുത്തൊക്കെയാണ്, ഒരു സഹകരണമില്ല, ആരോടും മിണ്ടത്തുമില്ല. ഒരു ഇതില്ല, ഇവര് കുടുംബം മാത്രം, അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ ആരോടും ഒരു സഹകരണമില്ല. ഇവര് 2 പേര് മാത്രമേ വീട്ടിലുള്ളൂ. 2 പേരും അവരുടെ കുഞ്ഞുങ്ങളുമേ ഉള്ളൂ. അവരുടെ അമ്മയും അച്ഛനും മരിച്ചുപോയി. പിന്നെ ചേട്ടനും ഒരു അനിയനും ഉണ്ട്. അവരെവിടാ താമസിക്കുന്നതൊന്നും ഇനി ഞങ്ങൾക്ക് അറിയത്തില്ല. കുഞ്ഞുങ്ങൾ ഇപ്പൊ എവിടെയുണ്ട്? കുഞ്ഞുങ്ങൾ എവിടാണെന്നും അറിയത്തില്ല. കുഞ്ഞുങ്ങളെ ആരോ കൊണ്ടുപോയി, നിങ്ങളെ ആരാന്നറിയത്തില്ല. ഈ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചനകൾ കിട്ടുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം പോലീസോട് വരുമ്പോഴാണോ? സൂചന എന്ന് വെച്ചാൽ പോലീസ് വണ്ടി വരുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് എവിടെ പോവാ എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതും ഇവിടെ ആണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് രാവിലെ കാണുമ്പോഴാണ് ഞങ്ങളും ഇതറിയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഈ ഒന്നും അറിയത്തില്ല. ഈ പോലീസ് ഇവിടെ വന്നപ്പോ എന്തിനു വന്നു എന്ന് പോലീസോട് ചോദിച്ചിരുന്നോ? ഇല്ല. ഞങ്ങൾ പകുതി വരെ വരുന്നതിൽ ചിലപ്പോൾ ഇവിടെ ഒത്തിരി കള്ളുകുടിയും ചീട്ടുകളി അങ്ങ് താഴെയൊക്കെ അങ്ങനെയുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് വായതാണെന്നൊന്നും ചോദിക്കാനും വന്നിട്ടില്ല. ചോദിച്ചുമില്ല പോലീസുകാരോട്. പിന്നെ വേറെ ആരോടും ചോദിച്ചോന്നറിയത്തില്ല. ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടില്ല. പോലീസ് ഈ ജയേഷ് ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? വളരെ ചെറുപ്പം മുതലേ നമുക്കറിയാമോ? ജനിച്ചു വളർന്നയാണോന്ന് ചോദിച്ചാൽ എൻ്റെ ഓർമ്മ, എനിക്കിപ്പോൾ 53 വയസ്സുണ്ട്. ഇവര് എന്തോ ചുവട്ടുപാറയെന്ന് പറയുന്ന സ്ഥലത്തെങ്ങാണ്ടാ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് ഇവിടെ വന്ന് ഈ വീടൊക്കെ വെച്ച് ഇവർ താമസിക്കാൻ തുടങ്ങിയത്. അല്ലാതെ എനിക്ക് ഇവരുടെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ല. ചേച്ചിക്ക് എന്ത് വിവരം ഉള്ളത്? ഞാൻ ഈ വാർഡിലെ ആശാ വർക്കറാണ്. അപ്പം നേരത്തെ ഇവിടെ ഈ കൊച്ചു ഗർഭിണിയായിരുന്നപ്പോഴും പിള്ളേരൊക്കെ ഉള്ളപ്പോഴും ഇവിടെ ഇഞ്ചക്ഷൻ്റെ പറയാനും കൊടുക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം മുഴുവനും ഒരു പൂജാമുറി പോലെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് തീരും, സാമ്പ്രാണി തീയുടെ മണം അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ വന്ന് നമ്മുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ വഴി വെച്ചൊക്കെ കാണുമ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ പോളിയോ കൊടുക്കാനൊക്കെ ആണെങ്കിലും വന്ന് അവിടെ വന്ന് കുറവുംകുഴി സബ് സെൻ്ററിൽ അവിടെ വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നമ്മളിപ്പം ന്യൂസിൽ കേട്ടപ്പോഴും പോലീസുകാർ വന്നപ്പോഴുമാണ് നമ്മളിതറിയുന്നത്. പോലീസുകാർ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല. നമ്മൾ ഈ വാർത്ത ഞാൻ മിനിങ്ങാന്ന് രാത്രിയിലായിരുന്നു. നമ്മൾ ഡ്യൂട്ടി ഉണ്ട്, ഫീൽഡിൽ പോകും. അപ്പോൾ ഇവിടെ വരുമ്പോൾ പകലൊന്നും ഇവിടെ അങ്ങ് ആരും കാണത്തില്ല. ഇവരുടെ അമ്മ മരിച്ചുപോയി, അമ്മയും അച്ഛനും മരിച്ചുപോയി. അപ്പോൾ പകൽ ഇവിടെ വരുമ്പോഴത്തേക്ക് കാണത്തില്ല. ഇവിടെ ജോലിക്കൊക്കെ ഇറങ്ങി വീട്ടുജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വരുമ്പോൾ ആരും കാണത്തില്ല. പിന്നെ വഴി വെച്ചൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ചു കൊടുക്കും. മിനിഞ്ഞാന്ന് രാത്രി ചേച്ചി എന്ത് വിവരം അറിയുന്നത്? മിനിഞ്ഞാന്ന് രാത്രിയില്ല, ഈ ആളാണ് എന്നോട് പറയുന്നത് ജയേഷിൻ്റെ ഭാര്യ ഇതുപോലെ ഹണി ട്രാപ്പിൽ പിന്നെ പോലീസ് വന്ന് കൊണ്ടുപോയെന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ജയേഷ് എന്ത് ജോലി ചെയ്യുന്ന ആളാണ്? ജയേഷിന്റെ ജോലി എന്താണ്? അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ജോലി എന്തോ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവിടെ വരുമ്പോൾ മിക്കവാറും ഇവരെയൊന്നും കാണത്തില്ല. ഇവനെ ഞാൻ കണ്ടിട്ട് തന്നെ ഒത്തിരി നാളായി. പിന്നെ പിള്ളേരുടെ കാര്യം ഈ രശ്മിയോടാണ് നമ്മൾ ചോദിക്കുന്നത്. പിള്ളേർക്ക് ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നത് രശ്മിയോടാണ്. രശ്മിയെ എന്നും മിക്കവാറും കാണുമായിരുന്നു. പക്ഷെ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം കാണുന്നില്ല. അല്ലാത്തപ്പം പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അന്നേരം ചോദിക്കും. തൊട്ടടുത്ത്